എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്നുള്ള രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ആധ്യാത്മിക പരമ്പര നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടം ആയി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളെല്ലാവരെയും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം തൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആരണ്യകാണ്ഡം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അത് കഴിഞ്ഞു. അപ്പോൾ ആരണ്യകാണ്ഡത്തിൽ നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നത്തെയും പോലെ ആ കഥാപാത്രങ്ങളുടെ തത്വത്തിലും സൂക്ഷ്മാർത്ഥത്തിലും കൂടെയുള്ള ഒരു യാത്രയാകാം ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ആ കാണ്ഡത്തിൻ്റെ പേര് തന്നെ ആരണ്യകാണ്ഡം. ആരണ്യത്തിൻ്റെ അല്ലെങ്കിൽ ആരണ്യകത്തിൻ്റെ പ്രാധാന്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ശ്രീരാമനും സീതയും ലക്ഷ്മണനും സഞ്ചരിച്ച ആ ദണ്ഡകാരണ്യ വനത്തിൻ്റെ നാമത്തിന്, അതിൻ്റെ പ്രാധാന്യം, ദണ്ഡകാരണ്യം എന്ന പേര് തന്നെ വരാനുള്ള കാരണങ്ങളും അത് രാമായണത്തിൽ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന തത്വവും ഒക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ദണ്ഡകാരണ്യം അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം, വളരെ കാലം മുമ്പ് തന്നെ, അതായത് ത്രേതായുഗത്തിൻ്റെ ആരംഭത്തോടടുത്ത് സൗരരാജവംശത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യവംശത്തിൻ്റെയോ സ്ഥാപകനാകിയ ഇക്ഷ്വാകു എന്ന ധീരനും നല്ലവനുമായ ഒരു രാജാവ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 100 ഗംഭീര പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇളയവനായ അല്ലെങ്കിൽ 100ാമത്തെ ആൺതരി ഒഴികെ ബാക്കി എല്ലാവരും വളരെ സൽപുത്രന്മാരായിരുന്നു. എന്നാൽ ഈ പറയുന്ന 100ാമത് പുത്രൻ വലിയ ഒരു വിഡ്ഢിയും ഏറ്റവും സ്വത്വം കുറഞ്ഞവനും വിലകെട്ടവനും ഒക്കെയായി ജീവിച്ച ഒരാളാണ്. രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഈ അജ്ഞനും മന്ദബുദ്ധിയുമായ മകന് തീർച്ചയായും എന്തെങ്കിലും ഭയാനകമായ ജീവിത അനുഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്ന്
ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്ഷ്വാകു തുടക്കം മുതലേ മകൻ്റെ ഈ പ്രവണത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹം അവനെ ദണ്ഡകൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദണ്ഡക അല്ലെങ്കിൽ ദണ്ഡ എന്നൊക്കെ നമ്മൾ വാക്കിൻ്റെ അർത്ഥം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു ദണ്ഡം കണ്ടതാണ്, രാജ്യദണ്ഡ് അല്ലേ, അല്ലെങ്കിൽ അധികാരദണ്ഡ് എന്നൊക്കെ പറഞ്ഞ പോലെ നീതി ന്യായ അധികാരത്തിൻ്റെയും ശിക്ഷയെയും ഒക്കെ പ്രതീകപ്പെടുത്തുന്ന ഒരു വടി എന്നാണ് ഇതിൻ്റെ പ്രാഥമികമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം. അതല്ലെങ്കിൽ ചെങ്കോൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു രാജ്യകാര്യ അല്ലെങ്കിൽ രാജ്യനിർവഹണത്തിനായി ഉപയോഗിക്കുന്ന ദണ്ഡ്. അങ്ങനെ ദണ്ഡ് ശക്തിയുടെയും പരമാധികാരത്തിൻ്റെയും അളവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് എന്ന് നമുക്ക് മറ്റ് പല തലങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതുകൂടാതെ അതിന് വടി എന്ന അർത്ഥമുണ്ട്, ഗദ എന്ന ഒരർത്ഥമുണ്ട്, ഒരു പിടിയായി ഉപയോഗിക്കുന്നത് എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ കലപ്പ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഭാഗത്തെ ദണ്ടെന്ന് വിളിക്കും. പിന്നെ പാശമായി നമ്മൾ അല്ലെങ്കിൽ ഒരു കയറായും അതല്ലെങ്കിൽ സമയത്തിൻ്റെയോ അതായത് കാലത്തിൻ്റെയോ നീളത്തിൻ്റെയോ അളവിനെയും നമ്മൾ ദണ്ട് എന്നൊക്കെ യമദണ്ട് എന്നൊക്കെ വിളിക്കുന്നില്ലേ നമ്മൾ, യമൻ്റെ ദണ്ട്, അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാലത്തെ അളക്കുന്ന വടി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ദണ്ഡനെ ഭയന്ന് ഇക്ഷ്വാകു കിഴക്കൻ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിലെ വിന്ധ്യപർവ്വത നിരകൾക്ക് അല്ലെങ്കിൽ ഋക്ഷ പർവ്വതം അതിന് ഇടയിലുള്ള മുഴുവൻ പ്രദേശത്തെയും അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയാണ് ചെയ്യുന്നത്. കാരണം കഴിവ് കുറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിഹരിക്കാൻ പാകത്തിൽ ഒരു സ്ഥലം, ഒരു സാമ്രാജ്യം എന്നുള്ള രീതിയിലാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ ദണ്ഡൻ ഭരിച്ചിരുന്ന സ്ഥലത്ത് മധുമന്ത എന്ന തലസ്ഥാന നഗരം അദ്ദേഹം നിർമ്മിക്കുകയാണ്. ഇക്ഷ്വാകു ദണ്ഡൻ്റെ ഗുരുവായി അല്ലെങ്കിൽ ശുക്രാചാര്യർ അല്ലെങ്കിൽ ശുക്രഭാർഗവൻ ആണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ദണ്ഡന് ആ മാറ്റത്തുള്ളൂ ജീവിതം വളരെ നന്നായി പോകുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദണ്ഡന് വിദ്യയോടുള്ള ഒരു ത്വര ഉണ്ടാവുകയും ദണ്ഡൻ ചില ശാസ്ത്രങ്ങൾ പഠിക്കാൻ തീരുമാനിച്ച് ആ ഉദ്ദേശത്തോടെ മധുമന്തയെ ചുറ്റിപ്പറ്റിയുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരിയെ ചുറ്റിപ്പറ്റിയുള്ള ആ വനത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ശുക്രഭാർഗവൻ്റെ അല്ലെങ്കിൽ ശുക്രാചാര്യരുടെ ആശ്രമത്തിൽ താമസിക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട്. എന്നാൽ ദണ്ഡൻ ആശ്രമത്തിൻ്റെ ആ അച്ചടക്കമുള്ള ജീവിതശൈലി നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം പൊതുവെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എല്ലാത്തിലും പിറകോട്ട് ഉണ്ടായ ഒരാളാണ്. അങ്ങനെ ആ സ്വരച്ചേർച്ച കേടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആശ്രമത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് വളരെ സുന്ദരിയായ അരജ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ യഥാർത്ഥത്തിൽ ശുക്രാചാര്യരുടെ മകളാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു ദിവസം ആ കുട്ടിയെ, ശുക്രാചാര്യരുടെ മകളെ, വളരെ നേർത്ത ഒരു വസ്ത്രം ധരിച്ച് ഇദ്ദേഹം കാണാനിടയായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്ധമായ ആവേശത്താൽ അല്ലെങ്കിൽ ആസക്തിയാൽ, കാമത്തിൻ്റെ സ്വാധീനത്താൽ ദണ്ഡൻ കാമത്തിന് കീഴടക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരജയെ അവൻ കടന്നു പിടിക്കുകയും അവളുടെ പ്രതിഷേധങ്ങളും എതിർപ്പുകളും നിലവിളികളും ഒന്നും വകവയ്ക്കാതെ ഒരു നിമിഷത്തിൻ്റെ ആ നേരത്തിൽ ഞൊടിയിടയിൽ അവളെ ശാരീരികമായി ആക്രമിച്ച് അവളെ ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കന്യകയായ പെൺകുട്ടിയെ അവളുടെ ചാരിത്ര്യ നാശം സംഭവിപ്പിക്കുകയാണ്. അവിടെ വേദനയും ഞെട്ടലും കൊണ്ട് ഭയന്ന് മരവിച്ച് കിടന്ന അരജയെ ആക്രമിച്ച ശേഷം ദണ്ഡൻ ശുക്രാചാര്യരുടെ ആശ്രമം വിടുകയാണ് ചെയ്തത്. തുടർന്ന് അരജ തൻ്റെ പിതാവിനോട്
ഉണ്ടായ സംഭവ കഥകൾ മുഴുവനും പറയുന്നു. അവളുടെ നാണക്കേടും വേദനയും അദ്ദേഹത്തിന് സ്പഷ്ടമായി മനസ്സിലാവുകയും ആ ദണ്ഡൻ്റെ അക്രമാസക്തമായ പ്രവൃത്തിയുടെ വ്യക്തമായ അടയാളങ്ങളും അവളുടെ ശരീരത്തിൽ അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. വളരെയധികം കോപാകുലനായ ശുക്രാചാര്യര് കത്തിജ്വലിക്കുന്ന മധ്യാഹ്ന സൂര്യൻ്റെ നിറം പോലെ ശുക്രാചാര്യരുടെ കണ്ണുകൾ മാറി. അങ്ങനെ അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് ദണ്ഡനെ ശപിക്കുകയാണ്. 7 ദിവസത്തിനുള്ളിൽ നീയും നിൻ്റെ രാജ്യവും നിൻ്റെ എല്ലാ ജനങ്ങളും സൈന്യവും മരിക്കും. നിൻ്റെ നഗരത്തിന് ചുറ്റുമുള്ള 100 യോജന സ്ഥലത്തേക്ക് എല്ലാ ജീവജാലങ്ങളും അഗ്നിമഴയാൽ നശിപ്പിക്കപ്പെടും. മരണം ഈ പാപിയുടെ രാജ്യം ഭരിക്കും. ഈ വാക്കുകൾ അദ്ദേഹം ശാപവാക്കുകളായി ചൊരിഞ്ഞുകൊണ്ട് ശുക്രാചാര്യർ രഹസ്യമായ വനാന്തരങ്ങളിലേക്ക് തപസ്സിനായി പുറപ്പെടുകയാണ്. തുടർന്ന് ശാപം അതിൻ്റെ ഫലം കാണിച്ചു തുടങ്ങി. എല്ലാ ജീവജാലങ്ങളും നശിച്ചു. ദണ്ഡൻ മരിച്ചു. ദണ്ഡക രാജ്യം മുഴുവനും പാഴായി. അധികം താമസിയാതെ ആ പ്രദേശം ഒരു നിബിഡ വനമായി മാറുന്നു. സൂര്യപ്രകാശം പോലും കടന്നു പോകാത്തത്ര ഇടതൂർന്ന സ്ഥലമായി അത് അന്നു മുതൽ മാറി. യഥാർത്ഥത്തിൽ ആ ദണ്ഡകാരണ്യം എന്നുള്ളത് അതൊരു വനമായതുകൊണ്ട് തന്നെ അതിനെ ദണ്ഡകാരണ്യം എന്ന് വിളിക്കാനും തുടങ്ങി. സംസ്കൃതത്തിൽ ഒരു സംയുക്ത പദമാണ് യഥാർത്ഥത്തിൽ ദണ്ഡകാരണ്യം. ദണ്ഡകം എന്ന് പറഞ്ഞാൽ ശിക്ഷ, ആരണ്യം എന്ന് പറഞ്ഞാൽ വനം. ഈ 2 പദങ്ങൾ ചേർത്ത ഒരു സംയുക്ത വാക്കാണത്. ഇത് ദണ്ഡകാരണ്യ നിവാസികളെ, അവിടെ വസിക്കുന്ന ആൾക്കാരെ നമ്മൾ ദണ്ഡകന്മാരെന്നാണ് വിളിക്കുക. ആയുർവേദത്തിൽ ദണ്ഡകം എന്ന പേരുള്ള ഒരു സസ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ വരെ ഈ ദണ്ഡകവനം വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത്, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കളായ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിക്ക് ഈ പ്രദേശമാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അന്നത് വാർത്തകളിൽ വളരെ പ്രാധാന്യം നേടിയിരുന്നു. ത്രേതായുഗത്തിൽ യോഗികൾക്കും ഋഷികൾക്കും അവരുടെ പ്രത്യേകമായ പരിശീലനവും അതുപോലെ തന്നെ അവരുടെ സാധനാപരമായ കേന്ദ്രീകൃതമായ എല്ലാ ആചാരങ്ങൾക്കും അല്ലെങ്കിൽ ആ ക്രിയകളൊക്കെ നടത്തുന്നതിന് ദണ്ഡകാരണ്യം അവർക്കൊരു പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം അത്രയും സാമാന്യജനം കടന്നു വരാത്ത ആ ഒരു സ്വഭാവം ഉള്ളതിനാൽ തന്നെ. രാമായണം എന്ന ഇതിഹാസം എടുത്തു നോക്കിയാൽ ശ്രീരാമനും സംഘവും അവരുടെ 14 വർഷത്തെ വനവാസകാലത്ത് 13 വർഷവും ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി സഞ്ചരിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ശൂർപ്പണഖയുമായി ശ്രീരാമനും ലക്ഷ്മണനും കണ്ടുമുട്ടിയത് ദണ്ഡകാരണ്യ വനത്തിലാണ്. ശ്രീരാമനും സീതയും താൽക്കാലികമായി താമസിച്ചിരുന്നതും സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയതുമായ പഞ്ചവടി എന്ന പ്രദേശവും ഈ ദണ്ഡകാരണ്യ വനത്തിൽ തന്നെ പെടുന്ന ഭൂപ്രദേശമാണ്. രാമായണത്തിൻ്റെ കാലഘട്ടത്തിൽ ദണ്ഡകാരണ്യ വനം രാവണൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദര സ്ഥാനീയനായ ഈ ദണ്ഡകാരണ്യത്തിൽ നിയമിതനായത് ഖരനായിരുന്നു. ആ ഖരനെയാണ് ശ്രീരാമൻ വധിക്കുന്നത്. അങ്ങനെ ദണ്ഡകവനത്തിലൂടെയുള്ള ഒരു തെക്കൻ പാത അന്ന് തന്നെ നിലവിലുള്ളതായി നമുക്ക് പരിശോധിച്ചാൽ ഇതിഹാസങ്ങളിലൊക്കെ ഭൂപ്രദേശ വർണ്ണനയിൽ നോക്കിയാൽ മനസ്സിലാവും. അത് യഥാർത്ഥത്തിൽ ഡക്കാൻ പീഠഭൂമിയിലേക്കുള്ള ഒരു വഴിയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ജിയോഗ്രഫിക്കൽ ദൃഷ്ടാന്തത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വാദമാണ്. യഥാർത്ഥത്തിൽ സീതയെ അന്വേഷിച്ച് ഡക്കാൻ പീഠഭൂമിയിലെത്താൻ ശ്രീരാമനും ഈ പാത തന്നെയാണ് ഉപയോഗിച്ചത് എന്നാണ് രാമായണം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഒരു പ്രത്യേക വാദം ഉയർന്നു വരുന്നത്, നമ്മളെല്ലാവരും മനസ്സിലാക്കിയ രാവണൻ്റെ സുവർണലങ്ക നമ്മൾ കരുതുന്ന ശ്രീലങ്ക അല്ല എന്നൊരു വാദവും
ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ലങ്ക ഡക്കാൻ പീഠഭൂമി പ്രദേശത്തായിരുന്നു, ഇന്ത്യയുടെ കിഴക്കൻ മധ്യഭാഗത്തിൽ എവിടെയോ ആയിരുന്നു എന്നൊരു വാദവും കൂടെ ഇതിനോട് ചേർത്തിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളതിൽ തന്നെ തർക്കം ഒരുപാടുണ്ട്. കാരണം രാമസേതു ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ വാദത്തോട് അത്രയധികം യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ വനവാസ കാലത്ത് ശ്രീരാമൻ നിരവധി ആശ്രമങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ ഈ ദണ്ഡകാരണ്യ വനത്തിലാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഗസ്ത്യമുനിയുടെ ആശ്രമമാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്നാണ് ശ്രീരാമന് 3 ശക്തമായ ആയുധങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ വിന്ധ്യൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് ബ്രാഹ്മണ അല്ലെങ്കിൽ ഈശ്വരീയമായ വിദ്യകൾ പ്രചരിപ്പിച്ച അതേ വ്യക്തിയാണ് ഈ അഗസ്ത്യമുനി. അപ്പം അതുപോലെ തന്നെ ആദിവാസികളുടെ ഗോത്രത്തിൽ പെട്ട പ്രശസ്തയായ ശബരി മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ താമസിച്ചതൊക്കെ ഈ പ്രദേശം കണക്കിലെടുക്കുന്ന സമയത്ത് ഏതാണ്ട് ഈ പറയുന്ന പ്രദേശത്താണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ശ്രീരാമചന്ദ്ര ഭഗവാന് ഈ ആരണ്യകാണ്ഡത്തിൻ്റെ ഒടുവിൽ ശബരി ആശ്രമത്തിൽ ചെല്ലുന്നത് വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ ദണ്ഡകാരണ്യത്തെ യഥാർത്ഥത്തിൽ പിശാചുക്കൾ, നരഭോജികൾ, അസുരന്മാർ തുടങ്ങിയ നിരവധി മാരക ജീവികളുടെ ആവാസ കേന്ദ്രമായിട്ടാണ് രാമായണം വിവരിക്കുന്നത്. ദണ്ഡകൻ എന്നു പേരുള്ള ഒരു സാക്ഷാൽ രാക്ഷസൻ തന്നെ, അല്ലെങ്കിൽ ആ രാക്ഷസൻ്റെ വാസസ്ഥലമായിരുന്നു ദണ്ഡകാരണ്യം എന്നും പറയുന്നു. അങ്ങനെ നാടുകടത്തപ്പെട്ട നിരവധി ആളുകൾ ഇവിടെ താമസിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വിന്ധ്യപർവ്വതങ്ങളിൽ എത്താൻ മുനിമാർക്ക് ഈ വനം കടക്കേണ്ടി വരും യഥാർത്ഥത്തിൽ. അങ്ങനെ ദണ്ഡകം എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അത് ഒരു വ്യക്തിയുടെ പേരാണെന്ന് മനസ്സിലാവും. അത് ഈ പറയുന്ന പോലെ ദണ്ഡകൻ എന്ന രാജാവിൻ്റെ രാജ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു രാക്ഷസൻ്റെ പേരാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ആ വനത്തിൽ വസിച്ച നിവാസികളുടെ പേരാണ് എന്ന് മനസ്സിലാവും. ആയുർവേദം നോക്കിയാൽ ഒരു സസ്യത്തിൻ്റെ പേരാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ത്രേതായുഗത്തിൽ വർഷങ്ങളോളം ആ വാക്ക് ഈ പറയുന്ന 6 കാര്യങ്ങളെ അന്വർത്ഥമാക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്നെല്ലാം ദണ്ഡകാരണ്യം യഥാർത്ഥത്തിൽ ശപിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ശപിക്കപ്പെട്ടതാണ്, എന്നാൽ പുണ്യവനവുമായിരുന്നു എന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ സാധിക്കും. ഇപ്പം നേരത്തെ ഈ പറയുന്ന ഈ ഒരു കഥാതന്തുവിൽ ഞാൻ പറഞ്ഞ കഥ ദണ്ഡകൻ്റെ, അങ്ങനെ ദണ്ഡൻ ആ ഉയർന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു രാജകുടുംബത്തിൽ പെട്ട ആളുകൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ അത് വിവേചന ശക്തി പൂർണ്ണമായും നശിച്ച ഒരാളായിരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഒരു ഭോഗാസക്തമായ ജീവിതമാണ് നയിച്ചത്. അതുകൊണ്ടാണ് ശുക്രാചാര്യരുടെ ആശ്രമത്തിലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഹേതുവായി തീരേണ്ടി വന്നത്. അദ്ദേഹം ഈ പറയുന്ന ദണ്ഡകം എന്ന ആ പുതിയ രാജ്യം അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷവും അദ്ദേഹം ആ ജീവിതശൈലി തന്നെ ജീവിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അനിയന്ത്രിതമായ കാമഭ്രാന്ത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ DNA-യിൽ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം വെറും ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന ഒരു പാപം മാത്രമല്ല, അത് മഹാപാപമായിരുന്നു, മഹാപാതകമാണ്. കാരണം കുറ്റകൃത്യത്തിൻ്റെ രംഗം അദ്ദേഹത്തിൻ്റെ കുടുംബ അല്ലെങ്കിൽ കുലഗുരുവായ ശുക്രാചാര്യരുടെ ആശ്രമത്തിൻ്റെ പുണ്യസ്ഥലമായിരുന്നു. അതുമാത്രമല്ല ഗുരുവിൻ്റെ മകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദണ്ഡൻ എന്നാൽ പ്രഥമ ഗുണമുള്ള മൂർഖൻ അല്ലെങ്കിൽ മഹാമൂർഖൻ ആയിട്ടാണ് പറയുക. അങ്ങനെ കൃതയുഗം അവസാനിച്ച് ത്രേതായുഗം ആരംഭിച്ചതിന് ശേഷവും അധർമ്മം അല്ലെങ്കിൽ അനീതിപരമായ ജീവിതം ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കഥകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു സദ്ഗുണവൃത്തനായ രാജാവായ ഇക്ഷ്വാകു ദണ്ഡന് വധശിക്ഷ വിധിക്കുകയോ കാട്ടിലേക്ക് നാടുകടത്തുകയോ ചെയ്തിട്ടില്ല. കാരണം അവൻ ദണ്ഡനെ തന്നിൽ നിന്നും തൻ്റെ രാജ്യത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വേർപെടുത്തുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദണ്ഡന് ലഭിച്ച ശിക്ഷ എന്നാൽ അദ്ദേഹത്തെ പരിഷ്കരിക്കാനും നന്നാക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ശിക്ഷാ കൈമാറ്റം മാത്രമായിരുന്നു.
എന്നാൽ ദണ്ഡൻ മെച്ചപ്പെടാത്തതും ന്യായവും നീതിയുക്തവുമായ ശിക്ഷയുടെ രൂപത്തിൽ ഒരു ഭീമാകാരമായ മണ്ടത്തരം ചെയ്തതും ദണ്ഡൻ്റെ ദൗർഭാഗ്യകരമാണ്. അങ്ങനെ ദണ്ഡൻ്റെ ഉദാഹരണം യഥാർത്ഥത്തിൽ ഒരു വ്യതിയാനമാണ്. ത്രേതായുഗമായിരുന്നപ്പോൾ നീതിയുടെ, അതായത് ധർമ്മത്തിൻ്റെ നിലവാരം ഉയർന്നിരുന്നു എന്നതിനാൽ അത് സാധാരണ സംഭവിക്കുന്ന ഒന്നല്ല. അപ്പം അതുകൊണ്ട് തന്നെ ത്രേതായുഗത്തിലെ പശ്ചാത്തലം വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് നോക്കിയാൽ അത് വളരെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ കലികാലത്തിൽ അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്തെ നമ്മൾ കലിയുഗം എന്ന് വിളിക്കുന്നത്. അങ്ങനെ രാമായണ ഇതിഹാസത്തിൽ ആഴത്തിൽ പ്രതിനിധിക്കുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ ദണ്ഡകാരണ്യം. അതിൻ്റെ സൂക്ഷ്മമായ ആലങ്കാരികമായ വശങ്ങളിലേക്ക് നമ്മൾ ഒന്നെത്തി നോക്കിയാൽ ദണ്ഡകാരണ്യം എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദണ്ഡം, അതുപോലെ തന്നെ ആരണ്യം എന്നുള്ള രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഒന്നുകിൽ ദണ്ഡകാരണ്യത്തെ അക്ഷരാർത്ഥത്തിൽ ശിക്ഷയുടെ വനം അല്ലെങ്കിൽ ദണ്ഡനാഥൻ്റെ വന്യത എന്ന് വേണമെങ്കിൽ നമുക്ക് വിവർത്തനം ചെയ്യാം. അപ്പോൾ ദണ്ഡകാരണ്യത്തിൻ്റെ സൂക്ഷ്മമായ വശം പരിശോധിക്കുമ്പോൾ രാമായണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദണ്ഡകാരണ്യം എന്നത് ശ്രീരാമൻ്റെ ജീവിതത്തിലെ ഒരു പരിവർത്തനാത്മകവും വെല്ലുവിളി നിറഞ്ഞതുമായ ഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. കാരണം വനത്തിലേക്ക് നാടുകടത്തപ്പെട്ട ശേഷം ശ്രീരാമൻ ഭാര്യ സീതയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം ദണ്ഡകാരണ്യ വനത്തിലേക്ക് പ്രവേശിക്കുന്നു. സുഖസൗകര്യങ്ങളുടെയും രാജകീയതയുടെയും ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പാടുകളുടെയും ഏകാന്തതയുടെയും ആത്മീയ വളർച്ചയുടെയും ഒരു ജീവിതത്തിലേക്കുള്ള മാറ്റത്തെ ഈ യാത്ര പ്രതീകവൽക്കരിക്കുന്നു. ശ്രീരാമന് ഒരു പരീക്ഷണ കേന്ദ്രമായി ഈ വനം വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിരവധി പരീക്ഷണങ്ങൾക്കും കഷ്ടപ്പാടുകളും നേരിടുകയാണ് ചെയ്യുന്നത്. അതിൽ അസുരന്മാരുമായുള്ള യുദ്ധങ്ങളും രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവ കഥകൾ അവിടെ നടക്കുന്നു. ഈ അനുഭവങ്ങളിലൂടെ ശ്രീരാമൻ്റെ സ്വഭാവം പരിഷ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ കൂടുതൽ ശക്തനും ജ്ഞാനിയും കൂടുതൽ കരുണാമയനുമായി ഉയർന്നു വരുന്നു. ശ്രീരാമൻ എന്ന കഥാപാത്രം തത്വത്തിൽ നമ്മുടെ ആത്മചൈതന്യമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആത്മാവിൻ്റെ പ്രഭാവം കൂടി വരുന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വെല്ലുവിളികളും ഓരോ ഉത്കണ്ഠയും ഓരോ ദുർഘടങ്ങളും നമ്മളെ കൂടുതൽ കൂടുതൽ പ്രഭാവലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ സൂക്ഷ്മവശം പരിശോധിക്കുമ്പോൾ ദണ്ഡകാരണ്യത്തെ മനുഷ്യ മനസ്സിൻ്റെയോ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൻ്റെയോ പ്രതീകമായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇടതൂർന്ന ഇലകളും മറഞ്ഞിരിക്കുന്ന അപകടങ്ങളുള്ള ഇടതൂർന്ന വൃക്ഷങ്ങൾ, അതുപോലെ സൂര്യൻ്റെ പ്രകാശം പോലും എത്താത്ത അത്രയും ഇടതൂർന്ന വനങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറഞ്ഞിരിക്കുന്ന അപകടങ്ങളുള്ള ഇത്രയും ഇടതൂർന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അപകടം മറഞ്ഞിരിക്കുന്ന സ്ഥലം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അജ്ഞാതമായ അല്ലെങ്കിൽ അബോധാവസ്ഥ, പ്രാഥമിക ശക്തികളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ്, മറഞ്ഞിരിക്കുന്ന ശക്തികളെ. ഇനി ദണ്ഡകാരണ്യത്തിലൂടെയുള്ള ശ്രീരാമൻ്റെ യാത്രയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അതൊരു ആത്മീയ അന്വേഷണമായിട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. അവിടെ അദ്ദേഹം സ്വന്തം നിഴലിനെ നേരിടുകയും തൻ്റെ ഭയങ്ങളെ നേരിടുകയും തൻ്റെ മനസ്സിനെ സംയോജിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നേരിടുന്ന അസുരന്മാരും വെല്ലുവിളികളും നാം എല്ലാവരും നേരിടുന്ന ആന്തരിക പോരാട്ടങ്ങളെയാണ് പ്രതീകവൽക്കരിക്കുന്നത്. ശ്രീരാമൻ എന്ന കഥാപാത്രം അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളും ഞാനും ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുന്ന വെല്ലുവിളികൾ തന്നെയാണ്. ശ്രീരാമൻ്റെ വിജയങ്ങൾ തിന്മയുടെ മേൽ നന്മ നേട്ടം കൊയ്യുന്നതിനെയും അതുപോലെ തന്നെ അക്രമങ്ങൾക്ക് മീതെ, ക്രമമില്ലായ്മയ്ക്ക് മീതെ ക്രമത്തിൻ്റെ ഗുണം പ്രതീകവൽക്കരിക്കുന്നതാണ്. ഇപ്പോൾ ദണ്ഡകാരണ്യത്തിലെ ദണ്ഡം എന്ന് പറയുന്നത് സ്വയം അച്ചടക്കമാണ്, ഇച്ഛാശക്തിയാണ്, ആന്തരിക മാർഗനിർദ്ദേശം. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളുടെയും ആവശ്യകതയെ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അദണ്ഡ എന്ന വാക്ക്.
ദണ്ഡകാരണ്യത്തിൽ ദണ്ഡ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പുരോഗതി ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണമാണ് സ്വയം അച്ചടക്കം ആദ്യം ഉണ്ടാവണം, ഇച്ഛാശക്തി, പുരോഗമനത്തിന് വേണ്ടിയുള്ള ഇച്ഛാശക്തി ഉണ്ടാവണം. അതുപോലെ തന്നെ അതിന് നമ്മളെ നയിക്കുന്ന ഒരു ആന്തരികമായ ഈശ്വരീയമായ ഒരു മാർഗനിർദ്ദേശം ഉള്ളിലുണ്ടാവണം. അങ്ങനെ ഇത്രയും കാര്യങ്ങളുടെ ആവശ്യകത നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി, നമ്മുടെ ആത്മചൈതന്യത്തിന് പുരോഗതി വേണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ കാട്ടിലെ ശ്രീരാമൻ്റെ അനുഭവങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളിൽ സ്ഥിരോത്സാഹം, അദ്ദേഹത്തിന് ഒരുപാട് പ്രതികൂലത അദ്ദേഹം നേരിടുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിരോത്സാഹം ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു, നീതി ഉണ്ടായിരുന്നു. ഇവയുടെയൊക്കെ പ്രാധാന്യം നമ്മളെയും കൂടെ പഠിപ്പിക്കുന്നതാണ് ഈ ദണ്ഡകാരണ്യത്തിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം. ഈ ദണ്ഡകാരണ്യ വനം എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ പ്രതീകവൽക്കരിക്കുന്നുണ്ട്. അതെന്താണ്? ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും സ്വതന്ത്രമായി വിഹരിക്കുന്ന മനസ്സിൻ്റെ വന്യത. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു വനം പോലെ തന്നെയാണ്, വന്യമായിട്ടാണ്, ഒരു കൺട്രോളും ഇല്ലാത്ത ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, വനം പോലെ. അവിടെ കാട്ടിലെ എല്ലാ ജീവികളും സ്വതന്ത്രമായിട്ടാണ് വിഹരിക്കുക. ഒരാൾ തൻ്റെ ആന്തരികമായ ശത്രുക്കളെ, ആസുരീകതയെ നേരിടുകയും അതിനെ മറികടക്കുകയും ചെയ്യുന്ന ഒരു ശുദ്ധീകരണമായ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്ന സ്ഥലം ആരണ്യകം, കാട്. അജ്ഞാതമായതിൻ്റെ പ്രതീകം. ഒരാൾ തൻ്റെ ആന്തരികമായ മാർഗനിർദ്ദേശത്തിലും വിശ്വാസത്തിലും വിശ്വസിച്ചുകൊണ്ട് അജ്ഞാതമായതിനെ നേരിടുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ വെല്ലുവിളികളും കാഴ്ചപ്പാടുകളും വ്യക്തിപരമായ വളർച്ചയിലേക്കും ആത്മീയമായ പരിണാമത്തിലേക്കും നയിക്കുന്ന പരിവർത്തനത്തിൻ്റെ ഒരു മേഖല യഥാർത്ഥത്തിൽ ഈ വനം കൊണ്ട് പ്രതീകവൽക്കരിക്കുന്നുണ്ട്. അപ്പം സത്യത്തിൽ മുഴുവനും പറയുന്ന സമയത്ത് ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞ രാമായണത്തിലെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനം മാത്രമല്ല, ഒരു പ്രദേശം മാത്രമല്ല, മറിച്ച് എല്ലാ പരീക്ഷണങ്ങളും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും വിജയങ്ങളുമുള്ള മനുഷ്യൻ്റെ ആ ഒരു യാത്രയുടെ നിഗൂഢമായ ഒരു പ്രതീകവൽക്കരണമാണ് ഈ പറയുന്ന ദണ്ഡകാരണ്യം എന്ന ആ ഒരു കാണ്ഡം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യാനുഭവത്തിൻ്റെ സങ്കീർണതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ഇത് ഈ ഒരു വാക്ക് തന്നെ, ദണ്ഡകാരണ്യം എന്നുള്ള ആ ഒരു സ്ഥലനാമം തന്നെ അടിത്തറ നൽകുന്നതാണ്. അങ്ങനെ ശ്രീരാമൻ്റെ വനത്തിലൂടെയുള്ള യാത്ര, അദ്ദേഹത്തിൻ്റെ പ്രതിരോധശേഷി, സ്വയം അച്ചടക്കം, ആത്മീയമായ വളർച്ച, ഇവയൊക്കെ ഉള്ള ഒരു ശക്തമായ ഓർമ്മക്കുറിപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്ഥലനാമം. മഹർഷി ശുശ്രൂഷാസക്തം തദ്വരിതം സനോദ്യതം ജാനകീ വിഹാർത്തം ശ്രീരാമം മനൗമി സലക്ഷ്മണം. ദുഷ്ടശത്രുക്കളെ നശിപ്പിക്കുന്നവനും ജാനകിയുമായി ഉല്ലസിക്കുന്നവനുമായ ആ ശ്രീരാമനെ, മഹർഷിമാരെ എപ്പോഴും സേവിക്കുന്നതിൽ ശ്രദ്ധാലുവായ ആ ശ്രീരാമനെ, ലക്ഷ്മണനോടൊപ്പം എപ്പോഴും കൂടെയുള്ള ആ ശ്രീരാമനെ ഞാൻ നമിക്കുന്നു. ശ്രീമദ് രാമായണത്തിൻ്റെ കാതലായ അയോധ്യകാണ്ഡത്തെ പലപ്പോഴും നമ്മൾ ആ ഒരു കാണ്ഡം അതിൻ്റെ കാതലാണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആലങ്കാരികത വിപുലീകരിക്കുന്ന സമയത്ത് ആരണ്യകാണ്ഡത്തെ രാമായണ കാവ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ ആ കാവ്യ ഹൃദയത്തിൻ്റെ ആന്തരിക ജീവിതമായി വിശേഷിപ്പിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും ഉചിതവും. ഈ ഒരു ഹൃദയചക്രത്തിൻ്റെ ചുറ്റളവ് അയോധ്യകാണ്ഡത്തിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ. ഈ ചക്രത്തിൻ്റെ കേന്ദ്രം ആരണ്യകാണ്ഡത്തിൻ്റെ കഥയുമാണ്. അതായത് വാൽമീകി രാമായണത്തിൻ്റെ ഹൃദയമായി നമ്മൾ അയോധ്യകാണ്ഡത്തെ, ഹൃദയ ചക്രമായി, അതിൻ്റെ വിപുലീകരണമായി അയോധ്യകാണ്ഡത്തെ കണ്ടാൽ അതിൻ്റെ കേന്ദ്രം, ആ ചക്രത്തിൻ്റെ കേന്ദ്രം ആരണ്യകാണ്ഡത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ആരണ്യകാണ്ഡമാണ്. ഈ രണ്ട് കാണ്ഡങ്ങളും ശരിക്കും ഹൃദയഭേദകമാണ്. അയോധ്യകാണ്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ നമ്മുടെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ ഹൃദയത്തിലെ വികാരങ്ങളെ ഉരുകാൻ കാരണമാകുന്ന സംഭവങ്ങളാൽ നമ്മളെ പിടിച്ചിരുത്തുമ്പോൾ, ആരണ്യകാണ്ഡത്തിൽ ശ്രീരാമനും സീതയും തമ്മിൽ സംഭവിക്കുന്ന കഥകൾ അല്ലെങ്കിൽ ആ പശ്ചാത്തലങ്ങൾ, സന്ദർഭങ്ങൾ നമ്മളെ ഹൃദയത്തിൽ തുളച്ചു കയറുന്നതാണ്. സീതാദേവി നേരിടുന്ന പ്രതിബന്ധങ്ങൾ, വെല്ലുവിളികൾ കൂടുതൽ വേദനാജനകമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്നിരുന്നാലും രണ്ട് കാണ്ഡങ്ങളിലും രാമൻ്റെയും സീതയുടെയും സദ്ഗുണവും നന്മയും പരീക്ഷിക്കപ്പെടുന്നതായിട്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്.
അയോധ്യാകാന്ഡത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വശം എന്താണ്? ശ്രീരാമൻ്റെ സത്യത്തോടുള്ളത്, അതുപോലെ തന്നെ വിശ്വസ്തതയും ത്യാഗത്തിനുമുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മളവിടെ കാണുന്നത്. തനിക്ക് ശരിയായി ലഭിച്ച അല്ലെങ്കിൽ തനിക്ക് അർഹതയായി ലഭിച്ച രാജ്യം സ്വീകരിക്കാൻ തയ്യാറാകാതെ സത്യത്തിലുള്ള ബോധ്യം കാരണം അദ്ദേഹം വനത്തിലേക്ക് പുറപ്പെടുകയാണ്. അതായത് പിതാവ് കൊടുത്ത വാക്ക്, ആ സത്യം പാലിക്കാൻ അദ്ദേഹം വനത്തിലേക്ക് പോവുകയാണ്. ഈ ത്യാഗം ശരിക്കും വളരെ ഉദാരമായിട്ടുള്ളതാണ്. ആരണ്യകാണ്ഡത്തിൽ നോക്കിയാൽ സീതയുടെ വ്രതാനുഷ്ഠാനവും കഷ്ടപ്പാടുകളെയും ഈ വെല്ലുവിളികളെയും ഒക്കെ നേരിടാനുള്ള കഴിവുമാണ് ആരണ്യകാണ്ഡത്തെ വേറിട്ട് തോന്നിപ്പിക്കുന്ന ഘടകം. രണ്ട് ഭാഗത്ത് ഒരു ഭാഗത്ത് ശ്രീരാമൻ്റെ പ്രാധാന്യം നമ്മൾ കൂടുതൽ കാണുമ്പോൾ ആരണ്യകാണ്ഡത്തിൽ നോക്കുന്ന സമയത്ത് സീതയുടെ ഒരുപാട് കഴിവുകൾ നമുക്ക് അവിടെ കാണാം. സീത നേരിടുന്ന കഷ്ടപ്പാടുകൾ ശ്രീരാമനേക്കാൾ വളരെ ക്രൂരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. രാമായണ കഥ അയോധ്യാകാന്ഡത്തെക്കുറിച്ച് പരാമർശിക്കാതെ ആരംഭിക്കാൻ തന്നെ സാധിക്കില്ല. കാരണം ആരണ്യകാന്ഡം ഇല്ലായിരുന്നെങ്കിൽ കഥ അവിടെ തന്നെ, രാമായണം അവിടെ തന്നെ തളർന്നു പോകുമായിരുന്നു. കാരണം എന്താ? വനവാസത്തിനായി പുറപ്പെട്ട ശ്രീരാമന് എളുപ്പത്തിൽ സന്തോഷകരമായ ഒരു വാസസ്ഥലം തിരഞ്ഞെടുത്ത് 14 വർഷക്കാലം വിവിധ നദികൾ, പർവ്വതങ്ങൾ, കാടുകൾ എന്നിവ സന്ദർശിച്ച് സന്തോഷത്തോടെ ആ വനവാസകാലം പൂർത്തീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങാമായിരുന്നു. അങ്ങനെയെങ്കിൽ അത് വെറും ഒരു യാത്രാവിവരണമായി ചുരുങ്ങുമായിരുന്നു. വാൽമീകിയുടെ രാമായണം രാമൻ്റെ 14 വർഷത്തെ യാത്രാവിവരണമായി മാറുമായിരുന്നു. എന്നാൽ ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും മഹാസഞ്ചാരികളായ ലോകം ആ പറയുന്ന രീതിയിലാണ് രാമായണം എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അവരെ സഞ്ചാരികളായിട്ടാണ് കണക്കാക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാക്കളിൽ അവരെ കണക്കാക്കാൻ ഒരു കാരണവും ഉണ്ടാവില്ല. ശ്രീമദ് രാമായണത്തിൻ്റെ പ്രധാന കഥ രാവണനെ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വധിക്കുന്നതോ ധർമ്മശത്രുവിനുള്ള ശിക്ഷയോ ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ കാതൽ. ഈ ഒരു നാശത്തിന് കാരണം രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിനാലാണ്. അതിനാൽ ഈ കഥയുടെ വിത്ത് യഥാർത്ഥത്തിൽ ആരണ്യകാണ്ഡത്തിലാണ് വിതച്ചിട്ടുള്ളത്. ഈ രീതിയിൽ എല്ലാ കഥാപശ്ചാത്തലങ്ങളെയും തത്വത്തെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കവിതയുടെ അല്ലെങ്കിൽ ഈ ഇതിഹാസ കാവ്യത്തിൻ്റെ പേര് രാമായണം എന്ന് മാറ്റിയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവാറുണ്ട് സീതായനം എന്നായിരിക്കണമെന്ന്. ജാനകി ദേവി ഈ ദുരന്തത്തെ നേരിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് അത്തരം അചഞ്ചലമായ പവിത്രത ഇല്ലായിരുന്നുവെങ്കിൽ ശ്രീരാമൻ്റെ കഥ തന്നെ വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമായിരുന്നു. ലോകത്ത് കഥയുടെ അസാധാരണമായ പ്രശസ്തിക്ക് വസ്തുത നൽകിയത് യഥാർത്ഥത്തിൽ സീതാദേവിയാണ്. ഈ രൂപത്തിൽ നമ്മളത് വിശകലനം ചെയ്താൽ ശ്രീരാമൻ്റെ മഹത്വത്തിന് ഒരു ദോഷവും സംഭവിക്കില്ല. അദ്ദേഹത്തിന് അസാധാരണമായ ധൈര്യമുണ്ടെന്ന വസ്തുത കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലായതാണ്. അദ്ദേഹം അങ്ങനെ ധൈര്യശാലി അല്ലായിരുന്നുവെങ്കിൽ സീതയിൽ നിന്ന് വേർപിരിഞ്ഞ ശേഷം വ്യത്യസ്തമായ രീതിയിൽ പെരുമാറിയിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ടെങ്കിൽ കഥയുടെ ശൃംഖല രാമൻ്റെ കഥയാകുമായിരുന്നില്ല. ശ്രീരാമന് തൻ്റെ ഭാര്യയോടുള്ള വിശ്വസ്തത ലോകമെമ്പാടും ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അതെല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നിരുന്നാലും ആ കാരണത്താൽ മാത്രം ശ്രീമദ് രാമായണത്തിൻ്റെ കഥ പൂർണ്ണത കൈവരിക്കുമായിരുന്നില്ല. കാരണം ഈ രീതിയിൽ സീതാദേവിയുടെ തപസ്സിലൂടെയാണ് ശ്രീരാമൻ്റെ മഹത്തായ വിജയത്തിനുള്ള അവസരം ലഭിച്ചത്. ഈ പുണ്യ ദമ്പതികളിൽ അവരുടെ പ്രാധാന്യം ശരിക്കും മാനവരാശിക്ക് ഇവരുടെ പ്രാധാന്യം വളരെ 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 മുകളിലാണ്. ശ്രീരാമൻ്റെ പ്രധാന ഗുണങ്ങൾ നോക്കിയാൽ തന്നെ സത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യവും ഇന്ദ്രിയ സുഖങ്ങളോടുള്ള നിസ്സംഗതയുമാണ്. എന്നാൽ സീതാദേവിയുടേതോ വ്രതങ്ങളോടുള്ള വിശ്വസ്തതയും ആത്മനിയന്ത്രണവുമാണ്. ഇവർ രണ്ടുപേരുടെയും പ്രധാന ഗുണം നമുക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീരാമൻ യഥാർത്ഥത്തിൽ സത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം, സത്യം എന്ന ആ ദർശനത്തോട് ഉള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം, അതുപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ഒരു ഡിറ്റാച്ച്മെൻ്റാണ്, നിസ്സംഗതയാണ്. എന്നാൽ സീതാദേവിയുടേത് വ്രതങ്ങളോട് ഉള്ള വിശ്വസ്തതയും ആത്മനിയന്ത്രണവുമാണ്. ആരണ്യകാണ്ഡത്തിൻ്റെ തുടക്കത്തിൽ സീതാദേവിയുടെ ആന്തരിക ജീവിതത്തിൻ്റെ
സാരാംശം നമ്മൾക്ക് വ്യക്തമാകുന്നുണ്ട്. ശ്രീരാമൻ ദണ്ഡകാരണ്യത്തിലെ നിരവധി ഋഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കുകയും ആ സമയത്ത് ശരഭംഗൻ എന്ന മുനിയുടെ ആശ്രമം സന്ദർശിക്കുകയും ചെയ്ത ശേഷം അവിടെയുള്ള മറ്റ് ഋഷിമാർ അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ച് അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും രാക്ഷസന്മാരുടെ നിരന്തരമായ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 6-ാം സർഗത്തിൽ നമുക്കത് കാണും വാൽമീകി രാമായണത്തിൽ. അപ്പോൾ ശ്രീരാമൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. ആ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ സമയം മുനിമാരോടുള്ള ആ സംസാരം, ആ സംഭാഷണത്തിൽ അദ്ദേഹത്തിൻ്റെ എളിമ നമുക്ക്, അല്ലെങ്കിൽ എളിമയുടെ സ്വഭാവം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. 6-ാമത്തെ സർഗം 22-ാമത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. നൈവമർഹതമാം വക്തും ആജ്ഞപ്തോ അഹം തപസ്വിനാം കേവലേനാത്മകാരേണ പ്രവേഷ്ടവ്യം മയാവനം. എന്നോട് പറഞ്ഞ വാക്കുകൾ, അതായത് ആ മുനിമാർ പറയുന്ന വാക്കുകൾ വെറും അപേക്ഷകളല്ല, അത് ആജ്ഞകളാണ്. ഞാൻ ഈ വനത്തിൽ വന്നത് എൻ്റെ വ്യക്തിപരമായ കടമയുടെ നിർവഹണത്തിന് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ കടമ നിമിത്തമാണ്. ദുഷ്ടന്മാരെ ശിക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് എന്ന് ശ്രീരാമൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈ വ്രതം എടുത്തതിന് ശേഷം ആയുധങ്ങൾ ധരിക്കേണ്ടത് അദ്ദേഹത്തിന് അനിവാര്യമായി. കാരണം നമുക്ക് സ്വയം പ്രൊട്ടക്ഷൻ ഈ പറയുന്ന പോലെ ഒരു പരിധി വരെ നമുക്ക് കായികമായി ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷൻ കൂടെ എടുക്കുമ്പോൾ ആയുധങ്ങൾ നമ്മൾക്ക് അനിവാര്യമാണ്. അതനുസരിച്ച് അദ്ദേഹം ശരഭംഗൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ഋഷി സുതീക്ഷ്ണൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അദ്ദേഹം മുൻപോട്ടുള്ള യാത്രയ്ക്കായി പോകുന്ന സമയത്ത് ശ്രീരാമൻ വില്ലും അമ്പും എടുത്തപ്പോൾ സീതാമാതാവിന് അല്പം സംശയം തോന്നി. ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം തീർച്ചയാണ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആ യാത്രയിൽ ഉപകരിക്കാൻ, അല്ലെങ്കിൽ ഉപയോഗത്തിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ രാമൻ, അതുവരെ ആയുധം ധരിക്കാത്ത രാമൻ അവിടെ ശരഭംഗൻ്റെ ആശ്രമത്തിൽ മുനിമാർക്ക് വാക്ക് കൊടുത്തതിന് ശേഷം വില്ലും അമ്പും ധരിക്കുന്ന സമയം സീതാമാതാവിന് വളരെയേറെ ആകുലത ഉണ്ടാവുന്നു. കാരണം എന്താ? ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. ആയുധ സമ്പത്ത് ക്രൂരതയ്ക്കുള്ള ഒരു പ്രേരണയാണ്. ക്രൂരത ഒരു പാപമാണ്. അതിനാൽ ഋഷിമാരും സന്യാസിമാരും ക്രൂരമായ പ്രവൃത്തികൾക്ക് കാരണമായ ആയുധങ്ങൾ ഉപേക്ഷിക്കണം. സീത ശ്രീരാമനോട് ഈ പ്രഭാഷണം നടത്തുകയാണ്. അങ്ങനെ ഒരു കഥയുടെ ഉദാഹരണം നൽകുകയും ചെയ്യുന്നു. അത് 9-ാം സർഗത്തിൽ നമുക്ക് കാണാം. അങ്ങനെ പാപങ്ങളിൽ സീത പറയുകയാണ് 3 ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, വാൽമീകി രാമായണ കാലഘട്ടത്തിൽ തന്നെ വാൽമീകി മഹർഷി ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ആധുനികമായ ഡിപ്ലോമസി വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ആയുധം കയ്യിൽ വച്ചിരിക്കുന്ന ഒരാൾക്ക് അത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. ആയുധ സമ്പത്ത് ക്രൂരതയ്ക്കുള്ള ഒരു പ്രേരണയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യം യുദ്ധം ചെയ്ത് നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ അവസ്ഥയും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൃത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ആ രാജ്യത്തിലേക്ക് നടത്തിയ ആക്രമണത്തിന് അതിൻ്റെ വിജയത്തോടടുക്കുന്ന നിമിഷം മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന രാജ്യത്തിൻ്റെ ഇന്ന് ആഗോളതലത്തിൽ അവർ ചെയ്തു കൂട്ടിയ ക്രൂരതയും ഇതേ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഈ ഒരു ആശയം ശരിവെക്കുന്നതാണ് സീതാമാതാവിൻ്റെ അന്നത്തെ ആശങ്ക. വാൽമീകി രാമായണത്തിലെ ആ ആശങ്ക 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മൾ കാണുന്ന ലോകരാജ്യങ്ങൾക്കിടയിലുള്ള മത്സരങ്ങൾക്ക് കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതെന്താണ്? ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്, അത് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കണ്ണാടിയിലൂടെ അതിനെ നിർവചിക്കുകയാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുകയാണ്. അപ്പം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു രാജ്യക്രമങ്ങളിൽ
ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യം, അതായത് ധാരാളം ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം കൈവശം വെച്ചിരിക്കുന്ന രാജ്യം, അയാൾക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിന് അത് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ തുനിയും എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആയുധ സമ്പത്ത്, അങ്ങനെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച രാജ്യം ക്രൂരതയ്ക്കുള്ള ഒരു പ്രേരണയും കൂടെയാവും. നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ആയുധങ്ങൾ ധാരാളം സംഭരിച്ചു വെക്കുന്നതും ആ രാജ്യം എങ്ങനെയാണ് ക്രൂരത പ്രവർത്തിക്കുന്നതും എന്ന് ഇപ്പം നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ, അതായത് നമ്മുടെ രാജ്യഭരണത്തിൽ പോലും കാണുന്ന പ്രവണതകൾ നമ്മൾക്ക് വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സീത ആ ആകുലത രാമനോട് പറയുകയാണ്. അപ്പോൾ ആ സമയം സീത പറയുന്നുണ്ട്, പാപങ്ങളിൽ 3 ഏറ്റവും പ്രധാനമാണ്. ഏതാണ് ആ 3 പ്രാധാന്യപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാപങ്ങൾ? ഒന്നാമത്തെ പാപം അസത്യമാണ്. രണ്ടാമത് മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുക എന്നുള്ളത്. മൂന്നാമത് പ്രകോപനമില്ലാത്ത ശത്രുത. ഇവയിൽ ശ്രീരാമനെ എടുത്തു നോക്കിയാൽ സീതയുടെ ആദ്യത്തെ ആ 2 കാര്യം നമുക്ക് അറിയാം. അതിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? കാരണം ശ്രീരാമനെ സംബന്ധിച്ചിട്ട് സത്യം മാത്രം, സത്യത്തിന് വേണ്ടി സത്യമാർഗിയാണ്, സത്യം മാത്രം പറഞ്ഞ് ജീവിക്കാൻ ജീവിതവ്രതമെടുത്ത യോഗിയാണ് അദ്ദേഹം. ഇനി രണ്ടാമത് ഏകപത്നി വ്രതക്കാരനാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുക എന്നുള്ളത് ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ 2 ഭാഗത്തും ശ്രീരാമനെ സംബന്ധിച്ചിട്ട് സീതയുടെ ആശങ്ക അസ്ഥാനത്താണ്. പക്ഷേ മൂന്നാമത് പ്രകോപനമില്ലാത്ത ശത്രുത. അതാണ് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടുപഠിക്കുന്നത്. മറ്റൊരു രാജ്യം പ്രകോപിപ്പിക്കാതെ തന്നെ ആക്രമണം അഴിച്ചുവിടുന്ന പ്രവണത അല്ലെ? നമ്മളിപ്പോൾ പെഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടത് അതൊക്കെയാണ്. അപ്പോൾ മൂന്നാമത്തെ പാപം തനിക്ക് സംഭവിക്കുമോ എന്നതാണ് സീതാമാതാവിൻ്റെ സംശയം. അതായത് ശ്രീരാമന് സംഭവിക്കുമോ? ഇവിടെ തന്നെ 9-ാം സർഗത്തിൽ അവൾ ഈ പറയുന്ന ആശങ്ക പ്രകടിപ്പിക്കുന്ന ശ്ലോകമുണ്ട്, 23-ഉം 24-ഉം. അതെന്താ? അഗ്നിസംയോഗവധ്യേതു ശാസ്ത്രസംയോഗ ഉച്യത്തെ സ്നേഹാശ്ച ബഹുമാനാശ്ച സ്മാരയേ ത്വാം ന ശിക്ഷയേ. ഞാൻ താങ്കളോട് പ്രസംഗിക്കുകയല്ല, താങ്കൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. താങ്കൾക്ക് അറിയുന്ന ശാസ്ത്രം ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ആയുധങ്ങളുമായുള്ള സൗഹൃദം അഗ്നിസംയോഗവദേതു എന്നാണ്. അതായത് തീയുമായുള്ള, അഗ്നിയുമായുള്ള സൗഹൃദത്തിന് സമാനമാണ്. വീണ്ടും പറയുന്നുണ്ട്, എന്താ? 33-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും സ്ത്രീ ചാപലാദേശ ദുദാഹൃതം മേ ധർമ്മം ച വക്തും തവ കസമർത്ഥത വിചാര്യ ബുദ്ധ്യാതു സഹാനുചേന യദ്രോചത്തെ തത് കുരു മയാ വിചേരണ. അതായത് ഇതാണ് സീതയുടെ പ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ രാമനോടുള്ള സംഭാഷണത്തിൻ്റെ മഹത്വം. കാരണം അവരുടെ മനസ്സ് എത്രത്തോളം സൂക്ഷ്മവും നിർമ്മലവുമായിരുന്നു എന്ന് ഈ വരികൾ നമുക്ക് കൃത്യമായി വെളിപ്പെടുത്തി തരുന്നുണ്ട്. വിശുദ്ധി, ലാളിത്യം, വിശ്വസ്തതയോടൊപ്പം സൂക്ഷ്മത, അതുപോലെ തന്നെ പാപത്തിൻ്റെ ഭയം, മഹാമനസ്കത, ഇവയൊക്കെയാണ് സീതയുടെ യഥാർത്ഥ സ്വഭാവവിശേഷങ്ങൾ. അങ്ങനെ ഈ രാമായണ കഥ കൂടുതൽ പരിശോധിക്കുമ്പോൾ ഈ ഗുണങ്ങൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതൊക്കെ ഏത് ഒരാൾക്കും വേണ്ട സ്വഭാവ ഗുണങ്ങളാണ്. കാരണം വിശുദ്ധി, ലാളിത്യം, വിശ്വസ്തതയോടൊപ്പം സൂക്ഷ്മത ഉണ്ടാവണം, അതുപോലെ തന്നെ പാപഭയം ഉണ്ടാവണം, മഹാമനസ്കത ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. അങ്ങനെ ശ്രീരാമൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശരഭംഗൻ്റെ ആശ്രമത്തിൽ നിന്ന് മുനിമാർക്ക് വാക്കുകൾ കൊടുത്ത്, അല്ലെങ്കിൽ മുനിമാരോട് വാഗ്ദാനം ഉറപ്പിച്ചതിന് ശേഷം ആണ് ശ്രീരാമനിൽ ഈ മാറ്റം സീതാദേവി ദർശിക്കുന്നതും സീതാദേവി ആശങ്കകൾ അറിയിക്കുന്നതും.
സുതീക്ഷ്ണൻ്റെ ആശ്രമത്തിൽ നിന്ന് അഗസ്ത്യൻ്റെ ആശ്രമത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ശ്രീരാമൻ പറയുന്ന ഒരു വാചകം യഥാർത്ഥത്തിൽ ഈ നൂറ്റാണ്ടിൽ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു വാചകമാണ്. അമാർഗേണാഗതാം ലക്ഷ്മീം പ്രാപ്യേ വാന്വയവർജിതഃ. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്ന ഒരു തെമ്മാടിയുടെ അഹങ്കാരത്തെ ലോകം എങ്ങനെയാണോ സഹിക്കാൻ പ്രയാസപ്പെടുന്നത്, അതുപോലെ മധ്യാഹ്ന സമയത്തുള്ള സൂര്യൻ്റെ ചൂട് അസഹനീയമാണ്. ഇപ്പോൾ ലോകത്തിന് അസഹനീയമായത് എന്താണ്? നിയമവിരുദ്ധമായ സമ്പത്ത് സമ്പാദിക്കുന്ന ഒരു താന്തോന്നിയുടെ അഹങ്കാരം. അതാണ് സാമൂഹിക ക്രമത്തിൽ, ലോകക്രമത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാൻ പ്രയാസം. ആ പ്രകൃതിയിൽ അതുപോലെ തന്നെ സൂര്യൻ്റെ മധ്യാഹ്ന സമയത്തുള്ള ചൂട് അസഹനീയമാണ്. ഇത് വലിയ ഒരു തത്വമാണ്, അല്ലെങ്കിൽ വലിയൊരു ഉപദേശമാണ്. ഇനി നമ്മൾ ഈ പറയുന്ന ആരണ്യകാണ്ഡത്തിൽ പിന്നീട് നമ്മൾ പരിചയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ശരഭംഗൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കഥാ പശ്ചാത്തലത്തിൽ നമ്മൾ പരാമർശിച്ച ശരഭംഗ ഋഷി. രാമായണത്തിലൊരു കൗതുകകരമായ പദമാണ് യഥാർത്ഥത്തിൽ ശരഭംഗൻ. ഈ പദത്തിൻ്റെ ആലങ്കാരികമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ അല്ലെങ്കിൽ സംസ്കൃത നിഘണ്ടുപരമായ വശങ്ങളൊക്കെ വളരെ രസകരമാണ്. ശരഭംഗൻ എന്ന പദം യഥാർത്ഥത്തിൽ രണ്ട് സംസ്കൃത പദങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങളായി വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഒന്ന് ശരം, അതായത് അമ്പ്, പിന്നെ ഒന്ന് ഭംഗൻ, ഒടിക്കുക അല്ലെങ്കിൽ ഒടിവ് എന്നർത്ഥം വരുന്ന. അതായത് ശരഭംഗൻ എന്ന് പറഞ്ഞാൽ അമ്പ് ഒടിക്കുന്നവൻ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ഈറ്റ പൊട്ടിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശരഭംഗൻ എന്ന വാക്കിൻ്റെ ആലങ്കാരികമായ വശം എന്താണ്, രൂപകം എന്താണെന്ന് ചോദിച്ചാൽ, രാമായണത്തിൽ രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിനിടെ വസിക്കുന്ന ദണ്ഡകാരണ്യ വനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മുനിയാണ് യഥാർത്ഥത്തിൽ ശരഭംഗൻ. ശ്രീരാമൻ ശരഭംഗനെ കണ്ടുമുട്ടുമ്പോൾ ശരഭംഗ മഹർഷി അഗ്നിജ്വാലകളിൽ മുഴുകിയിരിക്കുന്നതായിട്ടും എന്നാൽ ആ അഗ്നി തന്നെ വിഴുങ്ങുന്ന സമയത്തും അദ്ദേഹം വളരെ ശാന്തനും സ്വസ്ഥവുമായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ആത്മീയ വളർച്ചയുടെ ഒരു പരിവർത്തന ശക്തിയുടെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ രംഗത്തെ, വാൽമീകി രാമായണത്തിലുള്ള ഈ രംഗത്തെ നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. അതായത് അസ്ത്രം തകർക്കുന്നവൻ എന്ന ശരഭംഗൻ്റെ പേര് ഈ ലൗകിക ബന്ധനങ്ങളുടെയും, അതായത് ഈ ലോകത്തോടുള്ള നമ്മുടെ ആസക്തി, പ്രകൃതിയോടുള്ള നമ്മുടെ ആസക്തി, അതുപോലെ ബന്ധനങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും തുളച്ചു കയറുന്ന ആ വേദനയെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെ, ആ അസ്ത്രം, ഏതസ്ത്രം? നമ്മളിലേക്ക് വരുന്ന മായയുടെ വിക്ഷേപങ്ങൾ. മായയ്ക്ക് രണ്ട് പ്രഭാവങ്ങളുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഒന്നത് ആവിർഭാവത്തിൻ്റെയുമാണ്, ഒന്ന് പ്രക്ഷേപത്തിൻ്റെയാണ്, അല്ല വിക്ഷേപത്തിൻ്റെയാണ്. അപ്പോൾ ഈ വിക്ഷേപണ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആഗ്രഹങ്ങളുടെയും ലൗകികമായ ആസക്തികളുടെയും ബന്ധനങ്ങളുടെയും ഒക്കെ അസ്ത്രം തകർക്കുന്നവൻ, അതിനെ മറികടക്കാനുള്ള കഴിവുള്ളവൻ എന്നാണ് യഥാർത്ഥത്തിൽ ശരഭംഗൻ. അപ്പം നമ്മുടെ ഉള്ളിൽ ഇപ്പം ശ്രീരാമൻ ചെന്ന് ശരഭംഗൻ്റെ ആശ്രമത്തിലെത്തി ആരണ്യകാണ്ഡത്തിൽ എന്ന് പറയുമ്പോൾ, ദണ്ഡകാരണ്യത്തിൽ എന്ന് പറയുമ്പോൾ, ദണ്ഡകാരണ്യം നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു പരിവർത്തനത്തിൻ്റെ, ദണ്ഡകൻ അല്ലേ, നമ്മുടെ റിവൈവൽ പ്രോസസ്സിൻ്റെ കേന്ദ്രമാണ്. ആ റിവൈവൽ പ്രോസസ്സിന് സഹായിക്കുന്ന കേന്ദ്രമാണ് വനം. അങ്ങനെയുള്ള ആ ദണ്ഡക സ്വരൂപത്തിലുള്ള വനത്തിൽ ജീവാത്മാവായ രാമൻ ഈ പറയുന്ന തൻ്റെ പുരോഗതിയുടെ യാത്രയിൽ, പുരോഗതിയുടെ പാതയിൽ തന്നിലേക്ക് വരുന്ന ഇന്ദ്രിയങ്ങളിലൂടെ തന്നിലേക്ക് വരുന്ന ലോകത്തിൻ്റെ ആസക്തികൾ, അതുപോലെ തന്നെ ഈ ആഗ്രഹങ്ങൾ, ബന്ധനങ്ങളുടെയൊക്കെ അസ്ത്രങ്ങളെ ഇല്ലാതാക്കുന്ന ശക്തിവിശേഷം ആകുന്ന ആ ചൈതന്യത്തെ ജീവാത്മാവ് ആശ്രയിക്കുന്നു. അതാണ് അയാളുടെ ആശ്രമത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നു. അങ്ങനെ
അഗ്നിജ്വാലകൾക്കിടയിലുള്ള ശരഭംഗൻ്റെ ആ ഇരിപ്പ്, അദ്ദേഹത്തിൻ്റെ ശാന്തമായ ആ പെരുമാറ്റം, സ്വന്തം ശരീരം അഗ്നി വിഴുങ്ങുമ്പോഴും അദ്ദേഹം വളരെ ശാന്തനായി ഇരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ പ്രകൃതിയുടെ, അത് നമ്മളോട് പറയുന്നത് പ്രകൃതിയുടെ പ്രക്ഷുബ്ധ ശക്തികളുടെയും മനുഷ്യ മനസ്സിൻ്റെയും മേലുള്ള അദ്ദേഹത്തിൻ്റെ നിയന്ത്രണ വൈദഗ്ധ്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ നമ്മളെ തന്നെ കത്തിച്ച് പറ്റുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളാൽ മൂടപ്പെട്ട നമ്മുടെ ജീവിതത്തിലും ശാന്തമായി ജീവിതം മുൻപോട്ട് നമ്മളെ നയിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തി ചൈതന്യമുണ്ട് നമുക്ക് മനസ്സിൽ. അതിനെയാണ് ശരഭംഗൻ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ആഴത്തിൽ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ സൂക്ഷ്മവശം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. അത് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ശരഭംഗൻ എന്ന മുനിയുടെയും അതുപോലെ തന്നെ ആരണ്യകാണ്ഡത്തിൽ ദണ്ഡകാവനം അല്ലെങ്കിൽ ദണ്ഡകാരണ്യം, ആ ദണ്ഡകാരണ്യത്തിൻ്റെ പശ്ചാത്തലവും അതിന് എന്തൊക്കെ നിഗൂഢമായ അർത്ഥമുണ്ട്, സൂക്ഷ്മമായ വശങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പരിശോധിച്ചു. ദണ്ഡകൻ എന്ന ആ ഒരു ഐതിഹ്യം നമ്മൾ മനസ്സിലാക്കി, ശുക്രാചാര്യൻ്റെ ശാപം നമ്മൾ മനസ്സിലാക്കി. ആധുനിക ഭാരതത്തിൽ ഈ ഒരു സ്ഥലനാമം യഥാർത്ഥത്തിൽ ഒരു സ്ഥലം ഉള്ളതും അതിന് ചരിത്രത്തിൻ്റെ ഇതും രാമായണത്തിൽ ശ്രീരാമൻ്റെ സഞ്ചാരപാതകൾ ഉൾക്കൊള്ളുന്ന വനമാണ് ഇത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈവൻ നമ്മൾ ഖരൻ്റെ പ്രാതിനിധ്യമുള്ള വനമാണ് ദണ്ഡകാരണ്യം എന്നുകൂടെ നമ്മൾ രാവണനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കി. അപ്പം ഈ എപ്പിസോഡും തത്വങ്ങളാൽ നിറഞ്ഞതാണ്. ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം രാമായണത്തിൻ്റെ തത്വങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ എപ്പിസോഡുകളെല്ലാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. യതീശയുടെ ഈ ഒരു ഉദ്യമം തന്നെ നമ്മുടെ സംസ്കൃതിയിൽ നമ്മൾ മറന്നു വെച്ചു പോയ തത്വങ്ങൾ നമ്മൾ വെറും കഥകളായി, വെറും ഇതിഹാസങ്ങളായി തെറ്റായി കരുതിയ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, തെറ്റായി മനസ്സിലാക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ സാക്ഷാൽ നമ്മുടെ ഋഷീശ്വരന്മാർ മാനവരാശിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ച തത്വങ്ങൾ ജനസമക്ഷം എത്തിക്കുക എന്നൊരു വലിയ ഉദ്യമമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങളും ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണം. പരമാവധി ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തണമെന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.